അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വന്ന്, പിന്നെ ഫുള്ളായിട്ട് കാണാം, സ്കിപ്പാക്കരുത് പ്ലീസ്. മദ്രസയ്ക്കും സ്കൂളിലേക്കും വിടുന്ന ഓട്ടിൽ നമുക്കെല്ലാവർക്കും അറിയുന്നതല്ലേ. ഓരുടെ ആ ചിരിച്ച മുഖം കാണുമ്പോൾ ഒരു മനസ്സിക്ക് സമാധാനം. ഹസ്ബൻഡൊക്കെ ഓറ് പോയി കഴിഞ്ഞാലില്ലേ, പോരൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ ഒരു ഉറങ്ങുന്ന പോലെ നിശബ്ദത. പക്ഷേ ആ സമയം നമ്മൾ തന്നെ ഫ്രഷ് ആക്കാൻ ഉപയോഗിക്കണം. നമ്മളെ മൈൻഡൊക്കെ മൂഡ് ഓഫ് ആയിട്ട് ഇരിക്കാൻ പാടില്ല. അപ്പോൾ പെട്ടെന്ന് അതാ നല്ല മഴ വരുന്നുണ്ട്. മഴ കാണുമ്പോൾ മനസ്സിന് വല്ലാത്തൊരു സുഖമുണ്ട്. പണിയൊക്കെ മാറ്റി വെച്ചിട്ട് ഇങ്ങനെ മഴനെ നോക്കിക്കൊണ്ടുണ്ട് ഞാൻ. ഭയങ്കര തിരക്കിൻ്റെ ഉള്ളിൽ ഇങ്ങനെ മഴ ആസ്വദിക്കുന്നത് വലിയൊരു അനുഗ്രഹം. ആ ഒരു കാറ്റും മഴയും വരുമ്പോൾ ഒരു ഭയങ്കര ഉന്മേഷമാണ്. പിന്നെ ഒരു കപ്പ് ചായ ഉണ്ടെങ്കിൽ അത് മതി നമുക്ക്. പിന്നെ മഴ നോക്കി കുറച്ച് നേരം അവിടെ നിന്നിട്ട് ഓരോന്ന് ചിന്തിച്ചിട്ട് നേരെ കിച്ചണിലേക്ക് വിട്ടു. കിച്ചണിൽ പണിയെന്ന് ചെല്ലെങ്കിൽ അതൊരു പാഠമല്ലല്ലോ. ചെല്ലെങ്കിൽ വീട്ടിലുള്ളവർക്ക് സ്നേഹം കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു ഭക്ഷണമാണ്. ഓരോന്നുണ്ടാക്കിയിട്ട് കൊടുക്കുമ്പോൾ അവർ മുഖത്തുണ്ടാകുന്ന ഒരു സന്തോഷം, അത് വലിയൊരു കാര്യമാണ്. നല്ല രുചിയുള്ള ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നത് ഒരു അനുഗ്രഹമാണല്ലേ. അതിനെക്കൊണ്ട് സ്നേഹമെല്ലാം കൂട്ടിയിട്ടാണ് ഭക്ഷണം ഉണ്ടാക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കുട്ടികൾ ഇഷ്ടം നോക്കിയിട്ട് ഭക്ഷണം ഉണ്ടാക്കി നമ്മൾ കൊടുക്കുന്നില്ല. അപ്പോൾ അവർ ചെല്ലുന്ന ഉമ്മ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ നമ്മളുടെ സന്തോഷം, നമ്മളുടെ ക്ഷീണം അങ്ങ് മാറിപ്പോവാലോ തോന്നും. ഒരു മസാല കൂടുമ്പോൾ എന്ത് പൊടികളിടും നമ്മൾ ശ്രദ്ധിച്ചാണല്ല ചെയ്യുന്നത്. നമ്മൾ അതിൽ ചേർക്കുന്ന രുചിയല്ല, മറിച്ച് നമ്മുടെ സ്നേഹവും കരുതലുമാണല്ലേ. എൻ്റെ കുടുംബത്തെ ഏറ്റവും സന്തോഷമായി തോന്നുന്ന കിച്ചനാണ്. ചിലപ്പം മടുപ്പ് തോന്നിയേക്കാം, ചിലപ്പം മടുപ്പ് തോന്നാറില്ല. കാരണം എൻ്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ചെയ്യുന്ന ഏറ്റവും വലിയ കാര്യമായിട്ടാണ് ഞാൻ ഇതിന് കാണുന്നത്. പഴഞ്ചൻ ഡയലോഗ് മാറ്റി പിടിച്ചാലോ. ഓരോർക്ക് തോന്നും എന്ത് വെച്ചില്ലെങ്കിൽ ഈ അടുക്കളയിൽ വെച്ചിട്ട് എക്സാം എഴുതിയെങ്കിൽ എന്താവും, ഫുൾ മാർക്ക് എനിക്ക് തന്നെ കിട്ടുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഓരോ സമയം കറി വെക്കുക, പാത്രം കഴുകുക, ഇതിനിടയിൽ ഫോൺ ബെല്ലടിച്ചെങ്കിൽ അതെടുത്തിട്ട് സംസാരിക്കണം. ഇതൊക്കെ നോക്കിയാൽ എന്ത് വെച്ചില്ലെങ്കിൽ ഒരു ആക്ഷൻ സിനിമ പോലെയാണ് ഒരു ജീവിതം എല്ലാവരുടെയും. എന്നാലും ഈ പുകയിൽ കണ്ണ് നിറഞ്ഞു നിൽക്കുമ്പോഴും നല്ലൊരു ഫുഡ് ഉണ്ടാക്കി വെക്കുന്നൊരു സമാധാനം ഉണ്ടല്ലോ, അതൊന്നും ഒരു വേറെ തന്നെയാണ് വികാരം. നമ്മൾ വീട്ടമ്മമാർ എത്ര തിരക്കാണെങ്കിലും ഈ കിച്ചണിൽ ഉണ്ടാക്കുന്ന ആ ഫുഡിൻ്റെ സ്മെല്ല് വരുന്നത് വലിയൊരു അനുഗ്രഹമാണ്. ആ ഐശ്വര്യം നിലനിർത്താൻ എന്തെങ്കിലും ചെല്ലാം നമ്മൾ കഷ്ടപ്പെടുത്തുന്ന ഒരു രസമല്ലേ. നോക്കൂ, ഇതെല്ലാം രസമാണ്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് പാട്ടും വെച്ചിട്ട് ഡാൻസും കളിക്കാം വേണമെങ്കിൽ. അതൊരു രസം, പ്രത്യേക രസമാണ്. അങ്ങനെ സമയം 8:20 ആയിക്കൊണ്ട് വന്ന് ടിഫിനെല്ലാം സെറ്റാക്കിയിട്ട് വെച്ചോണ്ടുണ്ട്. അതിനിടയിൽ ഒരു മദ്രസന്ന് വന്നെങ്കിൽ ഭയങ്കര ബഹളമാണ്. കുറച്ച് നേരം കുറേ സംസാരിക്കാനെല്ലാം ഉണ്ട്. പിന്നെ ചിലപ്പോൾ സംസാരിക്കേണ്ട സ്കൂളിൽ വന്നിട്ടെല്ലാം ഉണ്ടാകും. എന്നിട്ട് ഞാൻ ഫുഡെല്ലാം ഇങ്ങനെല്ലാം കൊടുക്കുന്നു. ഒരേക്ക് ഫുഡ് തന്നെ കഴിക്കും, ഒരേക്ക് ഭയങ്കര വാശി കാണിക്കും. അങ്ങനെ ഫുഡെല്ലാം അതിനിടയിൽ ഡ്രസ്സെല്ലാം ചേഞ്ച് ആക്കണം, യൂണിഫോം ഇടണം. ഏറ്റവും വലിയ കഷ്ടപ്പാട് തല വാരുന്നതാണ്. എനിക്ക് പെണ്ണിക്കിടാക്കളോട് ഭയങ്കര ഇഷ്ടം. മാത്രം ഓൾ വലുതായി പിന്നെ തല വാരനേ വിടുന്നില്ല. ചെറിയെല്ലാം പിടിച്ച് നിർത്തിയിട്ടെങ്കിൽ തല വാരിക്കോണ്ടാനി. ഞാൻ ചീപ്പായിട്ട് പോകുമ്പോൾ ഓൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടും. പിന്നെ ഇവിടെ കുറച്ച് സമയം ടോം ആൻഡ് ജെറി പോലെയാണ്. അല്ല ഉമ്മ മുടി വലിക്കല്ലേ, മുടി തൊടല്ലേ എന്നൊരു വാശി. ചിലപ്പോൾ എനിക്ക് തന്നെ ചിരി വരും, ചിലപ്പോൾ എനിക്ക് തന്നെ ദേഷ്യം വരും. ഞാൻ വിചാരിക്കും ഓള് ഇത്ര വാശിയല്ലോ ഒപ്പിച്ചുകൊണ്ട് വരുന്നത്. ദേഷ്യം വന്നാളും പിന്നെ കുസൃതിയൊക്കെ കണ്ടാലൊരു രസമല്ലേ. ആ വാശിയൊക്കെ അവിടെ എന്തെല്ലാം ചൊല്ലിയിട്ട് സമാധാനിപ്പിച്ചിട്ട് ഇങ്ങനെ തലവാരിക്കൊണ്ട് നേരെ മുടിയെല്ലാം ഓളിഷ്ടത്തിൽ കെട്ടി കൊടുക്കുമ്പോൾ ഓൾക്ക് തന്നെ ഒരു സന്തോഷമാണ്. പിന്നെ അച്ഛൻ്റെ കാര്യം ചെല്ലെങ്കിൽ ഓൾക്ക് സ്വന്തമായിട്ട് ഡ്രസ്സ് ഇടണം, ഓൻ തന്നെ ഡ്രസ്സ് ഇടണമല്ലോ. ഒരേക്ക് കുറേ ചെല്ലണം, ഡ്രസ്സ് ഇട് ഒരേക്ക് ഓനേ ഇട്ടിട്ട് വരും. അത് ചിലപ്പോൾ ബട്ടൺ അപ്പുറം ഇപ്പുറം ആയിപ്പോൾ പിന്നെ ആ ഡ്രസ്സ് ഇടാൻ പഠിച്ചെങ്കിൽ നല്ലത് തന്നെയല്ല.
ബട്ടൺസ് എല്ലാം ഇടുന്ന കാണുമ്പോൾ നമുക്ക് തന്നെ ചിരി വരും. അപ്പുറത്തേക്ക് ഇപ്പുറത്ത് ഉൾട്ടപ്പഴട്ടിയാക്കിയിട്ടെല്ലാം ഇടുന്നു. അതിനിടയിൽ എണ്ണ തേക്കലും പൗഡർ ഇടലും അപ്പുറം ഇപ്പുറം ഭയങ്കര ബഹളമാണ്. പക്ഷേ ഒരു യൂണിഫോമെല്ലാം ഇട്ടിട്ട് കാണുമ്പോൾ പൗഡറും അതൊക്കെ ഇട്ട് ഒരു സെറ്റായിട്ട് കാണുമ്പോൾ നമ്മളെ ക്ഷീണം നമുക്കൊരു എനർജി കൂടുമ്പോൾ ഒരു സെറ്റായിട്ട് യൂണിഫോമെല്ലാം ഇട്ട് റെഡി ആയിട്ടിരിക്കുമ്പോൾ നമ്മളെ ക്ഷീണം മാറിക്കിട്ടും അല്ലേ. പിന്നെ രണ്ടാളും സുന്ദരനോ സുന്ദരി കുട്ടികളാക്കി. പിന്നെ അപ്പോഴേക്കും ഓട്ടം വരാനായി ഒരു സ്പ്രേയിലിട്ട് റെഡി ആയിട്ട് കൊണ്ട് ബൈക്ക് ഒരു റിക്ഷയിൽ കയറിയിട്ട് ഇങ്ങനെ താറ്റാ ബായ് ബായേക്കും ഒരു സമാധാനം ഒരു വേറെ തന്നെ ബൈക്ക് പെട്ടെന്ന് റിക്ഷ അങ്ങ് പോയിട്ട് എത്തി അങ്ങ് പുരൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ ഒരു നിശബ്ദമായി മാറും. പിന്നെ ബെഡ്റൂമെല്ലാം അലോങ്കോലം മാറ്റിയിരിക്കും. ബുക്സ് എവിടെ, പൗഡർ ഇവിടെ, എണ്ണ ഇവിടെ, എല്ലാം അപ്പുറം ഇപ്പുറം. പിന്നെ ഒരു ബഹളം ചിരിയും എന്തില്ലല്ലേ, സൗണ്ട് എന്തില്ലല്ലേ, പിന്നെ എല്ലാം വൃത്തിയാക്കും. പിന്നെ എന്തൊരു ബോറാവും. അവർക്കിവിടെ നല്ല ചെയ്യില്ല. ഞാൻ വീഡിയോ എടുക്കുമ്പോൾ ഇവിടെ ഒരു കുളിച്ചുകൊണ്ടുണ്ട് ഇവിടെ സ്പ്രേയിലോറ്. പിന്നെ ഓറ് പിന്നെ ഒരു ശൂന്യതാവാ, ബോറടിക്കുന്നത്. കളിപ്പാട്ടങ്ങളും ബുക്കുകളൊക്കെ അലിഞ്ഞു തിരിഞ്ഞു താഴെ അപ്പുറം ഇപ്പം എല്ലാം ഇരിക്കും. പക്ഷെ ആ സാധനങ്ങൾ എടുത്തിട്ട് നേരെ വെക്കുമ്പോൾ നമുക്ക് മടുപ്പ് തോന്നാറില്ല. പിന്നെ ഓറ് പിന്നെ വീടെല്ലാം വൃത്തിയാക്കുന്നില്ല, അപ്പം തന്നെ ഭയങ്കര എന്തോ പോലെയാണ്. മക്കളില്ലാത്ത സമയം നമുക്ക് ചിന്തിക്കാനുള്ളതുമാണ്. വീട് ഒതുക്കിയിട്ട് വെക്കുമ്പോൾ നമ്മുടെ മനസ്സ് ഒതുക്കുന്നൊരു സുഖമുണ്ട്. അത് അനുഭവിച്ചവർക്കേ അറിയും. തിരക്കുകൾക്കിടയിലും നമ്മുടെ സ്വപ്നങ്ങളും കൊണ്ടുപോകാൻ ശ്രമിക്കണം. അത് തന്നെയാണല്ലോ ജീവിതം. എനിക്ക് ഭാഷ മിക്സായിട്ട് വരുന്നു. ചിലപ്പോൾ മലയാളം, ചിലപ്പോൾ തമിഴ്, ചിലപ്പോൾ അറബി, ചിലപ്പോൾ എന്തൊക്കെ ഭാഷ വരുന്നു, എനിക്കെന്നെ അറിയില്ല. അപ്പോൾ ക്ഷമിക്കണോ. അങ്ങനെ ഫുള്ള് ടേബിളും ടീപ്പോയും ഫുള്ള് ബെഡ്റൂമൊക്കെ ഇങ്ങനെ ക്ലീൻ ആക്കിയോണ്ട് പിള്ളേരെല്ലാം പോയി. പിന്നെ അടിച്ചിട്ട് വാരിട്ടെല്ലായിട്ട് കുറച്ച് സമയം ഞാൻ ബെഡ്റൂമിൽ മിണ്ടാതിരിക്കും. കുറച്ച് സമയം, ആ സമയം നമുക്ക് വേണ്ടി കണ്ടെത്തണം. ഇനി ആർക്ക് വേണ്ടി ജീവിക്കണം എന്നതല്ല, എനിക്ക് വേണ്ടി ഞാൻ എന്തെങ്കിലും ചെയ്യണ്ടേ. നമ്മൾ വീട്ടമ്മമാർ എന്നാൽ എന്താ, പാത്രം കഴുകാനും തുണി അലയിക്കാനും പിള്ളേരുടെ ബാക്കിൽ നടക്കാനും പിള്ളേരുടെ ബാക്കിൽ ഓടിത്തളരുവാൻ ഉള്ളവരാണോ നമ്മൾ? അല്ലല്ലോ. എനിക്ക് തോന്നാറുണ്ട് ഇനി എന്തൊക്കെ പഠിക്കാനുണ്ട്, എന്തൊക്കെ ചെയ്യാനുണ്ട്. പഠിക്കാൻ പ്രായമായോ ചോദിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത് ഒരു കാര്യം. എടോ, പഠിക്കാൻ പ്രായമില്ല, വെറും ഒരു മനസ്സ് മതി. അല്ല, ഞാനിപ്പോൾ പഠിക്കാനൊന്നും പോകുന്നില്ല, ജസ്റ്റ് ഒന്ന് പറഞ്ഞതാ. പണ്ട് പലരും പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ട്, വീട്ടമ്മമാർ എന്നാൽ അടുക്കളയിൽ മക്കളെയും വളർത്തിയിട്ട് ഒതുങ്ങി പോകേണ്ടതെന്നത് പണ്ട് കാലത്ത്. ഇപ്പോൾ കുറേ മാറിയല്ലേ. ഇതൊക്കെയാണ് നിങ്ങളുടെ വിധി എന്ന് ആരെങ്കിലും ചെയ്യാൻ അത് തലയിൽ വെച്ച് കൊടുക്കരുത്. നമ്മളുടെ വിധി നമ്മളാണ് തീരുമാനിക്കേണ്ടത്. അടുക്കളയിൽ പാത്രം കഴുകാനും കറി വെക്കാനുള്ളതല്ല നമ്മളുടെ ഉള്ളിലുള്ള കഴിവുകളെല്ലാം പുറത്തെടുക്കണം. ഇപ്പോൾ ഈ ഡിജിറ്റൽ കാലത്ത് പഠിക്കാൻ എത്ര വഴികളാണ്. കുറച്ച് സമയം നമ്മൾ നമുക്ക് വേണ്ടിയിട്ട് മാറ്റിവെക്കണം. അല്ലാതെ വീട്ടുജോലികളുടെ പുറകിൽ പോയി ഓടിത്തളരരുത്. നമ്മളെ തന്നെ നമ്മൾ മറന്നു പോകരുത്. ഒരു ഉമ്മ സന്തോഷമായിരുന്നാലോ
ആ വീട് സന്തോഷമായിരിക്കും. അതുകൊണ്ട് മക്കളെ നോക്കുന്നിടയിലും ഈ വീട്ടുപണിയുടെ ഇടയിലും നമുക്ക് ആഗ്രഹങ്ങൾ നിറവേറ്റണം. ഇതിനെ കുറിച്ചിട്ട് ഒരു പെൺകുട്ടി പറഞ്ഞത്, ആ കുട്ടി മാരേജ് കഴിഞ്ഞിട്ടുണ്ട്. കുട്ടിക്ക് പഠിക്കാൻ ഭയങ്കര ആഗ്രഹമുണ്ട്. കഴിയുന്ന പോലെ ഞാൻ സംസാരിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഇങ്ങനെ എന്തോ സംസാരിക്കാറില്ല. അപ്പോൾ തെറ്റെന്തുണ്ടെങ്കിൽ ക്ഷമിക്കണേ. അതുകൊണ്ട് എൻ്റെ എല്ലാ കൂട്ടുകാരികളായ വീട്ടമ്മമാരോട് സഹോദരി എന്ന നിലയിൽ പറയാനുള്ളത് ഇതാണ്: നമ്മുടെ വിധി നമ്മൾ തീരുമാനിക്കണം. ആ പെൺകുട്ടി എന്നോട് സംസാരിച്ചപ്പോൾ കിട്ടിയ അതേ ആത്മവിശ്വാസം നിങ്ങളിലേക്ക് കൂടി എത്തിക്കണം. നമ്മളുടെ സ്വപ്നങ്ങൾ ആരും കൊന്നു കളയരുത്. മക്കളെ നോക്കുന്ന ഇടയിലും വീട്ടുജോലിക്കിടയിലും നമ്മൾക്ക് വേണ്ടി ഒരു സമയം കണ്ടെത്തണം. ഒരു പുസ്തകം വായിക്കാം, ഒരു പുതിയ കാര്യം എന്തെങ്കിലും പഠിക്കാം, അല്ലെങ്കിൽ ആത്മവിശ്വാസത്തോടെ എന്തെങ്കിലും തുടങ്ങാം. നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ മക്കൾ കാണുന്നത് വലിയൊരു മാതൃകയാണ്. അമ്മയ്ക്ക് കഴിയുമെങ്കിൽ എനിക്കും കഴിയും എന്ന ആത്മവിശ്വാസം അവർക്കും കിട്ടും. അല്ലാതെ അടുക്കളയിൽ മാത്രം നമ്മൾ ഒതുങ്ങിപ്പോനല്ല ജനിച്ചത്. ആരെന്തു കളിയാക്കിയാലും മൈൻഡ് ചെയ്യേണ്ട. ആ പെൺകുട്ടി എന്നോട് സംസാരിച്ചപ്പോൾ എനിക്ക് തോന്നിയ ഒരു എനർജി, ആ ഒരു പോസിറ്റീവ് വൈബ് നിങ്ങളിലേക്ക് പകരണമെന്ന് എനിക്ക് വലിയ ആഗ്രഹമുണ്ടായിരുന്നു. നമ്മളും മനുഷ്യരാണ്, നമുക്കും ആഗ്രഹങ്ങൾ നിറവേറ്റാൻ നമുക്കും അർഹത ഉണ്ട്. ഈ കൊച്ചു ലോകത്തിലെ വിശേഷങ്ങൾ നിങ്ങളോട് പങ്കുവയ്ക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് വലിയ സന്തോഷം. ആ പെൺകുട്ടി എനിക്ക് തന്ന മോട്ടിവേഷൻ ഈ വീഡിയോയിൽ എല്ലാവർക്കും എത്തിക്കാൻ സാധിച്ചു എന്ന് വിശ്വസിക്കുന്നു. ഇതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ കമന്റിൽ പറയണേ. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.